നമസ്കാരം. മഹാഭാരതം തുടരുകയാണ്. വനവാസം തുടങ്ങിയല്ലേ. പാണ്ഡവർ കാമ്യക വനത്തിലാണ് താമസം തുടങ്ങിയത്. ഹസ്തിനപുരത്തിൽ നിന്നും പുറപ്പെട്ടു വിദുരരെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ തേരിൽ ഒരു ദിവസം കൊണ്ട് അവർക്കരികിൽ വന്നെത്തി. വിദുരർ വരുന്നത് കണ്ടിട്ട് യുധിഷ്ഠിരന് ഭയങ്കര ആശങ്ക. ഇനിയും വരുന്നത് എന്തിനാണാവോ? ശകുനിയുടെ പ്രേരണ പ്രകാരം വീണ്ടും ദ്യൂതത്തിന് വിളിക്കാനാണോ? എന്തിന്? എല്ലാ ആയുധങ്ങളും അവർ നേടിയില്ലേ? എല്ലാം അവർ നേടി. അപ്പം പിന്നെ അതിനായിരിക്കില്ല. ഗാന്ധീവത്തിൻ്റെ കാര്യവും സംശയത്തിലായ രാജ്യലാഭം മോഹിച്ചുകൂടാ. അപ്പം ഗാന്ധീവം ഇവിടെ ഉണ്ട്, അർജുനൻ്റെ കയ്യിലുണ്ട്. ഇനി അതും ചോദിക്കാനാവോ? അതും ഇനി അവർക്ക് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ പലതരം ചിന്തകളാണ് പാവം ധർമ്മപുത്രരുടെ മനസ്സിൽ പോകുന്നത്. ആശങ്ക പുറത്ത് കാണിക്കാതെ പാണ്ഡവരെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. വിദുരരാണെങ്കിൽ വിശ്രമിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞു. പറയല്ല, യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ വൃത്താന്തങ്ങൾ ഒക്കെ വിദുരർ വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞു. ധൃതരാഷ്ട്രം താനുമായുണ്ടായ ആ ഒരു സംസാരം, ഒരു വാക്ക് തർക്കം പോലെയൊക്കെ ഉണ്ടായല്ലോ, അത് തൻ്റെ അഭിപ്രായം അരോചകമായിട്ട് ധൃതരാഷ്ട്രക്ക് തോന്നിയെന്നും എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളാൻ പറഞ്ഞു എന്നും തന്നെ ഉപേക്ഷിക്കുന്ന മട്ടിലാണ് സംസാരിച്ചത് എന്നൊക്കെ വിദുരർ വിശദമായിട്ട് പറയുകയാണ് പാണ്ഡവരോട്. അപ്പോൾ പാണ്ഡവർക്ക് സതുപദേശം നൽകാനാണ് വന്നതെന്ന് തൻ്റെ ആഗമന ഉദ്ദേശം വ്യക്തമാക്കി വിദുരർ. എന്നിട്ട് തുടർന്നു, ഞാൻ സഭയിൽ വെച്ച് പറഞ്ഞതൊക്കെ ഭവാൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ശത്രുക്കൂട്ടം എത്ര വേണമെങ്കിലും ക്ലേശിക്കട്ടെ, സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. തുണക്കാർക്ക് സമമായി തന്നെ സ്വത്ത് നൽകുന്നവനെ ആപത്ത് കാലത്ത് അവർ തീർച്ചയായും തുണയ്ക്കും. സഹായികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം നേടും. സത്യമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. പാഴ്വാക്കുകൾ ഒരിക്കലും പറയരുത്. ഭക്ഷിക്കുന്നത് ഇഷ്ടജനങ്ങളോടൊപ്പം ഇരുന്നാകണമെന്നാണ് പറയുക. സ്വയം കൂടുതൽ യോഗ്യൻ ആണെന്നുള്ള പ്രൗഢി സുഹൃത്തുക്കൾക്കിടയിൽ കാണിക്കരുത്. ഇങ്ങനെ ജീവിക്കുന്ന രാജാവിനെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് തീർച്ചയാണ്. വിദുരർ ഉപദേശിക്കുകയാണ് ധർമാത്മജനെ. തങ്ങളെല്ലാം അനുസരിച്ച് കൊള്ളാമെന്നും ദേശകാലാനുസരണമായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ഉപദേശങ്ങളും പിന്തുടർന്നു കൊള്ളാമെന്നും ധർമ്മജൻ യുധിഷ്ഠിരൻ ഉറപ്പ് കൊടുത്തു. വിദുരർ മഹാവിജ്ഞാനി, മഹാത്മാവ് ഒക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ പോക്ക് കൗരവർക്ക് നന്നല്ല എന്നും മറിച്ച് പാണ്ഡവരുടെ ശ്രേയസ്സിനെ ഉപകരിക്കൂ എന്നും ഉള്ള ചിന്ത മഹാബുദ്ധിമാനായ ധൃതരാഷ്ട്രയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തല ഉയർത്തി. അപ്പോൾ വിദുരർ പോയതിന് ശേഷം തുടങ്ങിയതാണ് ആ ഒരു ചിന്തയെ. എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ വിദുരരെക്കുറിച്ചുള്ള ചിന്താതരംഗത്തിൽ നിന്നും മുക്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയണില്ല. മനസ്സിലിങ്ങനെ വിദുരരോട് അങ്ങനെ പറഞ്ഞല്ലോ. വിദുരരാണെങ്കിൽ എപ്പോഴും സത്യമേ പറയൂ. അദ്ദേഹത്തിന് തോന്നുന്നതൊക്കെ സത്യമായിരിക്കുകയും ചെയ്യും. ധൃതരാഷ്ട്രക്ക് ഒരു ഭാഗത്ത് അദ്ദേഹം അധർമ്മം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആ ബോധമുള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹം അധർമ്മം പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ മക്കളുടെ നിർബന്ധത്തിന് വിധേയനായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരോടുള്ള വാത്സല്യത്തിന് അടിമപ്പെട്ടായിരിക്കാം. എന്തു തന്നെയായാലും ധർമ്മത്തെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് അറിയുന്ന ഒരാളാണ്. എന്നാലും അധർമ്മമാണ് കൂടുതലും അദ്ദേഹത്തിൽ നിന്ന് വരിക. അപ്പോൾ ഇവിടെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനസ്സിനെ വിദുരനെക്കുറിച്ചുള്ള ചിന്ത അതിൽ നിന്ന് അങ്ങോട്ട് മുക്താക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അലയടി ശക്തമായപ്പോൾ സഭാദ്വാരത്തിൽ വെച്ച് രാജാക്കന്മാർ കാണുക തന്നെ അദ്ദേഹം ബോധം കിട്ടങ്ങോട്ട് വീണു. ബോധം വന്നപ്പോൾ സമീപത്തുണ്ടായിരുന്ന സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, അവൻ എൻ്റെ അനിയനാണ്. ഞാൻ അവനെ ആട്ടി ഓടിച്ചു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ബുദ്ധിമാനും പണ്ഡിതനുമായിട്ടുള്ള അവൻ എനിക്കൊരപ്രിയവും ചെയ്തിട്ടില്ല. അവനെ ഉടൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിക്കണ്ട. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഞാൻ വിദുരരെ അന്വേഷിച്ച് കൊണ്ടുവരാം, അങ്ങ് വിഷമിക്കാതിരിക്കും. സഞ്ജയൻ്റെ ആ ഉറപ്പ് ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിച്ചു. സഞ്ജയൻ ഉടൻ കാമ്യകവനത്തിലേക്ക് ഓടി. പാണ്ഡവർ താമസിക്കുന്ന കാട്ടിൽ പ്രവേശിച്ചു. സഹോദരന്മാരോടും ബ്രാഹ്മണരോടും കൂടിയിരിക്കുന്ന ധർമ്മരാജൻ്റെ അടുക്കൽ
വിതുരർ ഇരിക്കണ്ടായിരുന്നു. സഞ്ജയൻ യുധിഷ്ഠിരനെ കൈകൂപ്പി വന്ദിച്ചു. ഭീമ അർജുനന്മാർ സ്വീകരിച്ച് ഇരുത്തി സഞ്ജയനെ. അപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം വേഗം പറഞ്ഞു. സഞ്ജയൻ എന്നിട്ട് വിതുരരോട് പറയുകയാണ്, വിതുര, പാണ്ഡവരുടെ സമ്മതമാകി ഉടൻ പുറപ്പെടൂ. പോയി കണ്ട് ധൃതരാഷ്ട്ര രാജാവിനെ ജീവിപ്പിക്കുക. ഇത് കേട്ടപ്പോൾ വിതുരർക്ക് ആകെ വിഷമായി. കാത്തു നിൽക്കാനായില്ല. പിന്നെ യുധിഷ്ഠിരൻ്റെ സമ്മതമൊക്കെ വാങ്ങി ഉടൻ തന്നെ ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെട്ടു. രാജധാനിയിലെത്തി രാജാവിനെ കണ്ടു. അപ്പം എന്താ പറയണത്? ഓ, നീ എത്തിയല്ലോ, ഭാഗ്യം തന്നെ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മ വന്നതും ഭാഗ്യം. പകൽ ഉറക്കമില്ലാതെ നിന്നെ തന്നെ ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു വിതുര. അപ്പോൾ ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹം, വാത്സല്യം, അതുകൂടാതെ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയോടുള്ള ബഹുമാനം എല്ലാം ധൃതരാഷ്ട്ര അവിടെ കാണിക്കുന്നുണ്ട് വിതുരരോട്. അദ്ദേഹം വിതുരരെ പിടിച്ച് മടിയിലിരുത്തി ശിരസിൽ മുകർന്നുകൊണ്ട് പറഞ്ഞു, പകയില്ലാത്ത അനുജ, ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണത്? വളരെ അഗാധമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് വിതുരരെ ധൃതരാഷ്ട്രർ. വിതുരർ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കില്ല, അസത്യം പറയില്ല, പക്ഷഭേദം ആരോടും കാണിക്കില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ധൃതരാഷ്ട്രരുടെ സ്നേഹപ്രകടനം, ബഹുമാന പ്രകടനമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ വിതുരർ പറയുകയാണ്, എൻ്റെ ജ്യേഷ്ഠ, ഞാൻ അങ്ങയിൽ എന്നോ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങയുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ എനിക്ക് ഒരുപോലെയാണ്. അവർ ദീനരായിട്ട് കാട്ടിൽ ജീവിക്കുക, അതോർത്ത് എനിക്ക് അവരിൽ കനിവ് തോന്നിയെന്ന് മാത്രം. അവരന്യോന്യം അങ്ങനെ സാന്ത്വനം ചെയ്യാണ്. അപ്പോൾ വിതുരർ തിരികെ വന്നതും ധൃതരാഷ്ട്ര സാന്ത്വനിപ്പിച്ചതുമെല്ലാം ദുര്യോധനനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഇനി എന്താ ചെയ്യുക? എന്താണ് സംഭവിക്കുക? ദുര്യോധനനും വ്യക്തമായില്ല. തങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളണം. തൻ്റെ ഉറ്റവരായിട്ടുള്ള ശകുനിയെയും കർണനെയും ദുശാസനനെയും ഉടൻ വരുത്തി അവരുടെ അഭിപ്രായം ആരായണം. ഇതാണ് ദുര്യോധനൻ്റെ മനസ്സിൽ. വിതുരർക്ക് ഇഷ്ടം പാണ്ഡവരോടാണ്. രാജാവിൻ്റെ ബുദ്ധി മാറ്റി പാണ്ഡവരെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ ജലപാനം പോലും ഇല്ലാതെ കിടക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അവൻ ശ്രേയസ്സോടെ ജീവിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇത് സ്ഥിരം പല്ലവിയാണ്. എപ്പോഴും ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന ഒരാളാണ് ദുര്യോധനൻ. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ്. ഇത് പറയുന്നത് ശകുനിയോടാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ശകുനി പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്? സത്യം ചെയ്ത് അവർ കാട്ടിൽ പോയവരാണ്. ആര് പറഞ്ഞാലും അവർ സത്യം തെറ്റിച്ച് നടക്കില്ല. തിരിച്ചു വന്നാൽ അവർ വീണ്ടും പണയപ്പെടും. നിങ്ങൾ നിഗൂഢമായിട്ട് പാണ്ഡവർക്ക് ഛിദ്രത്തിനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. ശകുനി പറഞ്ഞതിനോട് ദുശാസനം പൂർണ്ണമായിട്ട് യോജിച്ചു. അപ്പോൾ കർണൻ പറയുകയാണ്, എന്ത് തന്നെ വന്നാലും ഞങ്ങൾ നിൻ്റെ താല്പര്യം രക്ഷിക്കും. അവർ വരില്ല, വന്നാൽ ചൂതുകൊണ്ട് ജയിക്കുക. കർണൻ്റെ ഈ അഭിപ്രായം കേട്ട ദുര്യോധനന് സന്തോഷം തോന്നിയില്ല. അവൻ മുഖം തിരിച്ചു. അതുകൊണ്ട് ക്രുദ്ധനായ കർണൻ അവർ 3 പേരോടായിട്ട് പറയുകയാണ്, എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഇനി പറയാം. നമ്മൾ ഉടൻ ആയുധങ്ങളുമായിട്ട് കാട്ടിൽ ചെല്ലുക, പാണ്ഡവരെ കൊല്ലുക. അവരിപ്പോൾ തകർന്ന നിലയിലാണ്, കൊല്ലാൻ എളുപ്പമാണ്. ആ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. ഉടൻ തന്നെ അവർ തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെയും കടന്ന കൈ ആയിട്ട് ചിന്തിക്കുന്നത് കർണനാണ്. അപ്പോൾ കർണനാണ് പറയണത്, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ശക്തിയൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എളുപ്പം അവരെ വധിക്കാം എന്നൊരു ചിന്ത മനസ്സിൽ ഉദിക്കുന്നതും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ആദ്യം തുനിയുന്നതും ഒക്കെ കർണൻ തന്നെയാണ്. ദുര്യോധനാദികളുടെ ഈ പോക്കും അതിൻ്റെ ഉദ്ദേശ്യവും വേദവ്യാസ മഹർഷി ദിവ്യചക്ഷുസ്സുകൊണ്ട്, ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. ഉടൻ പ്രത്യക്ഷനായ അദ്ദേഹം അവരെ തടഞ്ഞു. അതിനുശേഷം ധൃതരാഷ്ട്ര അരികിലേക്ക് ചെന്നു. ചതിച്ച് തോൽപ്പിച്ചാണ് പാണ്ഡവരെ നിങ്ങൾ കാട്ടിലേക്ക് അയച്ചത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. 13 വർഷത്തിന് ശേഷം അവർ ഘോരമായിട്ട് തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ നിൻ്റെ പാപിയായ പുത്രൻ രാജ്യലാഭത്തിനായിട്ട് പാണ്ഡവരെ എന്തിനാണിപ്പോൾ കൊല്ലുവാൻ ഉത്സാഹിക്കുന്നത്? കാട്ടിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരില്ല. സ്വജനങ്ങളുമായിട്ടുള്ള വൈരം ഇനിയും വൈകും മുമ്പ് ഇല്ലാതാക്കണം. ഇവന് പാണ്ഡവരിലുള്ള അസൂയ അത് നീ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് വലിയ ആപത്തിലെത്തിക്കും. വ്യാസമഹർഷി ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തപ്പോഴേ ധൃതരാഷ്ട്രർ പറയുകയാണ്, മഹാമുനെ, ചൂത് കളിയിലെ ഭീഷ്മരും കർണനും എനിക്കും
ഗാന്ധാരിക്ക് ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. വിധി കാരണം അങ്ങനെ സംഭവിച്ചു. ബുദ്ധി കെട്ട ദുര്യോധനനെ തടുക്കാൻ എനിക്ക് കഴിയില്ല. പുത്രസ്നേഹം എന്നെ തടുക്കുകയാണ്. പുത്രനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊന്നും ഇല്ലെന്ന് സമ്മതിച്ച വ്യാസമഹർഷി ഗോക്കളുടെ മാതാവായ സുരഭിയുടെ കഥ ധൃതരാഷ്ട്രക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ അനേക ശതം പുത്രന്മാർ പീഡിക്കപ്പെടുമ്പോൾ അവരിൽ തല്ലേൽക്കുന്ന ഒരു പുത്രനെക്കുറിച്ച് മാത്രം കൂടുതൽ ദുഃഖിക്കുന്നത് എന്തിനാണെന്ന് ദേവേന്ദ്രൻ ഒരിക്കൽ സുരഭിയോട് ചോദിച്ചു. അപ്പോൾ സുരഭിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ജീവിച്ചിരിക്കുന്ന എല്ലാ പുത്രന്മാരിലും എനിക്ക് മമതയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ദീനനായവനിൽ കൂടുതൽ മമത തോന്നുകയാണ്. വയ്യാത്ത കുട്ടിയല്ലേ, അപ്പോൾ അതിനോട് കുറച്ച് സ്നേഹം തോന്നുകയാണ് കൂടുതൽ. സുരഭിയുടെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം വ്യാസമുനി തുടരുകയാണ്: പാണ്ഡവർ 5 പേരേയുള്ളൂ. അവർ സാധുക്കളും ദുഃഖിതരുമാണ്. അവരെങ്ങനെ ജീവിക്കുന്നു? ദുഃഖിതരായ പാണ്ഡവരെക്കുറിച്ച് എനിക്ക് മനോവേദനയുണ്ട്. കൗരവർ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഒരു പോംവഴിയേ ഉള്ളൂ. ക്രോധം വെടിഞ്ഞ് ദുര്യോധനൻ പാണ്ഡവരുമായിട്ട് ശ്രമമേൽക്കണം. അവർ തമ്മിൽ രമ്യതയിലെത്തണം. മഹർഷി പറഞ്ഞതിനോട് ധൃതരാഷ്ട്ര പൂർണ്ണമായിട്ടും അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു: ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തിന് അർഹനാണെങ്കിൽ എനിക്കൊന്നേ അപേക്ഷിക്കാനുള്ളൂ. എൻ്റെ കുരുത്തം കെട്ട പുത്രനെ ഭവാൻ ശാസിക്കുക, ഒന്ന് ഉപദേശിക്കുക. അവൻ നേരെയായാലോ. അപ്പോൾ പറയാണ്. അപ്പോൾ ആ സമയത്ത് മൈത്രേയ മുനി അവിടെ വന്നെത്തി. അദ്ദേഹം പാണ്ഡവരെ കണ്ടതിന് ശേഷം ഹസ്തിനപുരത്ത് വന്നെത്തിയതായിരുന്നു. കുലത്തിൻ്റെ രക്ഷയോർത്ത് അദ്ദേഹം ദുര്യോധനനെ ഉപദേശിക്കുമെന്നും അനുസരിച്ചില്ലെങ്കിൽ ദുര്യോധനനെ ശപിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വ്യാസമഹർഷി അങ്ങോട്ട് പോയി. ധൃതരാഷ്ട്രരും ദുര്യോധനനും കൂടി മൈത്രേയ മുനിയെ സ്വീകരിച്ച് പൂജിച്ച് വന്ദിച്ചൊക്കെ ഇരുത്തി. ധൃതരാഷ്ട്ര അദ്ദേഹത്തിനോട് കുശലങ്ങളൊക്കെ ആരാഞ്ഞു. അതിനുശേഷം പാണ്ഡവരെക്കുറിച്ച് ചോദിക്കുകയാണ് മൈത്രേയ മുനിയോട്. പാണ്ഡവർക്ക് സുഖം തന്നെയല്ലേ? അവരെ സത്യം പാലിക്കാൻ നിശ്ചയിച്ചിട്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് മൈത്രേയ മുനി പറയാണ്: ജടയും മാൻതോലും ചാർത്തി തപോവന നിവാസിയായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള യുധിഷ്ഠിരനെ ഞാൻ കാമ്യക വനത്തിൽ വെച്ച് ദൈവഗത്യ വളരെ എതിർച്ചയായി കണ്ടു. അപ്പോഴാണ് ചൂതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവിടെ വന്നത്. ഭീഷ്മരും ഭവാനും ജീവിച്ചിരിക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട ആളല്ലേ അങ്ങ്? എന്നിട്ടും എല്ലാ ദുർനയങ്ങളും തൂണുപോലെ നിന്ന് കാണുവാൻ എന്തേ കാരണം? സഭയിൽ കാണിച്ചത് കള്ളന്മാർക്ക് ചേർന്നതാണ്. മുനി ഇങ്ങനെ കോപിഷ്ഠനായിട്ട് പറയാ. ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുര്യോധനൻ ചിരിച്ച് തൻ്റെ തുടയിൽ കൈകൊണ്ടിങ്ങനെ താളം പിടിച്ച് കാലുകൊണ്ട് മണ്ണിൽ വരച്ച് തല കുനിച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതായത് ഒരു ശ്രദ്ധ കൊടുക്കണില്ല, ഡിസ്റെസ്പെക്റ്റ്. അപ്പോൾ ഈ അലക്ഷ്യഭാവം അത് കണ്ടപ്പോൾ മുനി അതിയായി കോപിച്ചു. അദ്ദേഹം ദുര്യോധനനെ അങ്ങോട്ട് ശപിച്ചു. എന്താ പറഞ്ഞത്? നീ എന്നെ അനാദരിക്കാൻ കാരണം നിൻ്റെ ദുരഭിമാനാണ്. ദുരഭിമാനത്തിനുള്ള ഫലം ഉടൻ തന്നെ നിനക്ക് കിട്ടും. നിൻ്റെ ദ്രോഹം നിമിത്തമായിട്ട് അതിഘോരമായ യുദ്ധം അരങ്ങേറും. ആ യുദ്ധത്തിൽ വെച്ച് ഭീമൻ നീ ഇപ്പം എനിക്ക് കാണിച്ചെന്നില്ലേ തുട, ആ തുട ഗദ കൊണ്ട് തല്ലി പൊളിക്കും. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് ആകെ ആശങ്കയും വിഷമവും. അദ്ദേഹം പറയുകയാണ്, ശാപം കേട്ടപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് മഹർഷിയോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ പാണ്ഡവരുമായിട്ട് രമ്യതയിൽ ശമം പാലിച്ചാൽ തൻ്റെ ശാപം ഫലിക്കില്ല എന്ന് മഹർഷി പറഞ്ഞു. ധൃതരാഷ്ട്രക്കാണെങ്കിൽ ഭീമൻ്റെ ശക്തി അറിയണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം കൗശലപൂർവ്വം മുനിയോട് ചോദിക്കുകയാണ്: മുനെ, ഈ ഭീമൻ കിർമീരനെ കൊന്നത് എങ്ങനെയാണ്? എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല. പറഞ്ഞാൽ കേൾക്കുന്ന മകനുമല്ല ഇവൻ. കിർമീരവധം വിതുരൻ പറഞ്ഞു തരും. എനിക്കതല്ല പണി എന്ന് പറഞ്ഞിട്ട് മഹർഷി അങ്ങോട്ട് പോയി. കിർമീരനെ ഭീമൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ ദുര്യോധനനും മനക്ലേശം ഉണ്ടാകാതിരുന്നില്ല. കിർമീരവധത്തിനെക്കുറിച്ച് അറിയാനുള്ള മോഹം ധൃതരാഷ്ട്രക്ക് അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ വിതുരരത് വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത് നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.